ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ഡെയിലി വ്ലോഗ് സീരീസ് ഡേ 5. എനിക്ക് ആക്ച്വലി സെയിം ടൈപ്പായിട്ടുള്ള ഡെയിലി വ്ലോഗ് കണ്ടൻസ് ചെയ്ത് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇന്നത്തെ ഡെയിലി വ്ലോഗിൽ ഞാൻ ഏത് കണ്ടൻറ്റാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആലോചിച്ചു. അവസാനം എൻ്റെ GK ടെക്സ്റ്റ് ബുക്കിൻ്റെ തിരച്ചിലിൻ്റെ ഇടയിലാണ് എനിക്ക് കണ്ടന്റ് കിട്ടിയത്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഒരു മെമ്മറി ബോക്സും, അതായത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സും തിങ്സൊക്കെ വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവില്ലേ, ആ ബോക്സിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് ഇനി മനസ്സിലാത്തവർക്ക് ഞാനൊരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. 96 മൂവിയിൽ വിജയ് സേതുപതി ഇതുപോലത്തെ സ്കൂൾ ലൈഫിലെ മെമ്മറീസ് ഒക്കെ ഒരു ബോക്സിലാക്കി വെക്കുന്നില്ലേ, അതേപോലത്തുള്ള എൻ്റെ ബോക്സിലെ മെമ്മറീസാണ് കാണാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് 2019 മാഗസിൻ കിട്ടിയ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എൻ്റെ അനിയത്തിയാണ്. ഈ സ്റ്റാർട്ടിങ് തൊട്ടേ കുറേ നോട്ട്ബുക്സ് കാണിക്കുന്നുണ്ടല്ലേ, ആ നോട്ട്ബുക്സ് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ അത് ആക്ച്വലി വെക്കേഷനിലുള്ള ക്യാമ്പ് നോട്ട്സ് ആണ്. വെക്കേഷനിൽ ഒരുപാട് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ ക്യാമ്പിനൊക്കെ അതിൻ്റെ ഓരോരോ നോട്ട്സ് ആണ് കാണുന്നത്. ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സൻ്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ ഓണർക്ക് പോലും അറിയില്ല ഈ ബുക്ക് എൻ്റെ കയ്യിലാണെന്നും, അതേപോലെ തന്നെ ഞാൻ ഇത്ര വർഷം സൂക്ഷിച്ചു വെച്ചു എന്നും. അന്ന് ഞങ്ങൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിച്ചിരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടായിരുന്നു. ഈ ബുക്ക് വഴിത്തിരിവുകൾ എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് ആരെ പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ ഞാനൊരു ഷോർട്ട് ലെറ്ററായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ആക്കാം. പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റും എൻ്റെ അംബീഷനെയും ബേസിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് വരച്ച പിക്ചറാണിത്. പിന്നെ ഇതെന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലായാൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട. ഇതെൻ്റെ ചെറിയച്ഛൻ തന്ന ഡയറിയാണ്. ഇതാണ് മാപ്പ് ഡ്രോയിങ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഒന്നൊന്നര സംഭവമാണ്. നമ്മുടെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന മാപ്പൊക്കെ ഇതിൽ വരയ്ക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 5th തൊട്ടാണ് ഉള്ളത്. 5th തൊട്ട് 10th വരെ ഉണ്ടായിരുന്ന ഈ മാപ്പ് ഡ്രോയിങ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ കൂടുതലും അമ്മയാണ് വരച്ചു തന്നിട്ടുള്ളത്, പിന്നെയാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ 3rd സ്റ്റാൻഡേർഡത്തെ ടെക്സ്റ്റ് ബുക്കാണിത്. ഫൈനലി എനിക്കൊരു ട്രഷർ കിട്ടിയിട്ടുണ്ട്, എൻ്റെ 10th ക്ലാസ് ഫോട്ടോ. അന്ന് ഇതെടുക്കുമ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണെങ്കിൽ ഇന്ന് ഇതിന് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഈ മെമ്മറി ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ മാടമ്പള്ളിയിലെ മനോരോഗി ആയോ എന്നൊരു ഡൗട്ട്. ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇതേപോലത്തെ ഒരു മെമ്മറി ബോക്സ്? ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങൾ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യം പറയാൻ മറക്കണ്ട. ഈ മെമ്മറി ബോക്സിൻ്റെ വീഡിയോ ഇഷ്ടമായോ, ഇതിൻ്റെ പാർട്ട് 2 വേണോ എന്ന് പറയാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.